വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഈ ദലിത് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലത്തെ മീറ്റിംഗിൽ പറഞ്ഞു. നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദലിതാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര പ്രയാസം, മനപ്രയാസം. എന്നെ പറയാത്ത ചീത്തയില്ല. ഞാൻ പറഞ്ഞു പ്രവാചകൻ ദലിതാണ്. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദലിത് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു. അറിഞ്ഞൂടാ. ദലിത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സംസ്കൃത മറാഠി വാക്കാണ്. ദലിത് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്ന, ഒതുക്കപ്പെട്ട, സംഘർഷത്തിലായ, എല്ലാവരും ഒതുക്കുന്ന ഒരു സമൂഹത്തിന്റെ പേരാണ് ദലിത് എന്ന് പറയുന്നത്. പണ്ട് അവരുടെ പേര് പറയുന്നോ വേറെ പല പേരുകളിലായിരുന്നു. ഇതിന് വേറെ പേര് കൊടുക്കാൻ മഹാത്മാഗാന്ധി ശ്രമിച്ച് ഹരിജൻ എന്ന പേരുണ്ടാക്കി. അപ്പോൾ മഹാത്മാ ഫൂലെയാണ് ഈ ദലിത് എന്ന പേര് സജസ്റ്റ് ചെയ്തത്. അത് അംബേദ്കർ പോപ്പുലറൈസ് ചെയ്തു. ഈ നമ്മുടെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം ഹാജരായി. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു സ്ഥലത്ത് മക്കത്ത് ആ മരുഭൂമിയിൽ വിട്ടിട്ട് പോവാണ്. അവിടെ നിന്ന് വളർന്ന ഒരു സമൂഹത്തിൽ വന്ന ഒരു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അന്നത്തെ കാലഘട്ടത്തില്, അന്നത്തെ നാഗരികത്തില് ഏറ്റവും മോശമായ സ്ഥലത്ത് നിന്ന് ഉയർന്നു വന്ന ഒറ്റ ഒരു പ്രവാചകനാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടായിട്ട് മാറിയിട്ടുണ്ട്. മതം എന്ന് പറയുന്നത് ശരിയല്ല. അല്ലാമ ഇക്ബാൽ പറഞ്ഞു, ഈ ഇസ്ലാം റിലീജിയൻ ആർ എ ചാലഞ്ച് ടു റിലീജിയൻ. നമ്മുടെ ഇസ്ലാം ഒരു മതങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് തന്നെയാണ് രാജശേഖരി എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി എന്ന് നമ്മുടെ ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞപ്പോൾ ഞാനൊരു പരിപാടി ഇവിടെ അനുസ്മരിക്കാൻ ശ്രമിച്ചു. ഇവിടുത്തെ ഉള്ള ദലിത് വിഭാഗത്തിന് ആർക്കും അദ്ദേഹത്തിനെ കുറിച്ച് പേര് പോലും അറിഞ്ഞൂടാ. ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ അവർക്ക് വലിയ അവഗണന. ഇത്തരത്തിലുള്ള വലിയ മഹാനായ വി.ടി. രാജശേഖരൻ അറിയാത്ത ഒരു സമൂഹമായിട്ട് നാം മാറിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറണം. എനിക്ക് മുമ്പ് സംസാരിച്ച ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദലിത് മുസ്ലിം വേറെ അല്ല, ഒരു സമൂഹമാണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദലിത് വാക്കിന്റെ അർത്ഥം ചോദിച്ചത്. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. എനിക്ക് വലിയ മനപ്രയാസമുണ്ട്. വലിയ മനപ്രയാസമുണ്ട്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ദലിതാണ്, നിങ്ങൾ അറിയണം. ഇത്തരം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ തീർക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.